ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുരാതിരനാദിച്ഛ ഗുരോ പരമദൈവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകം കൃതിയിലെ 56-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. എല്ലാ പഠിതാക്കളും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവിതിനെങ്ങിതുഹന്ത മൂലസംവിത് കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത് കടലിലജസ്രവുമുള്ള കർമ്മമത്രേ. കടലിലെഴും തിര പോലെ കായം. കായം കായം എന്നാൽ ശരീരം. കടലിലെ തിരകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നത് പോലെ ശരീരം ഓരോന്നോരോന്നായി ഉയർന്ന് അമർന്ന് എന്ന് പറയുമ്പോൾ ഉണ്ടായി ഇല്ലാതെയായി, ഉണ്ടാകുന്നു ഇല്ലാതെയാകുന്നു, ഉണ്ടായി കുറേ നാൾ നിലനിന്ന് പിന്നീടില്ലാതെയാകുന്നു. മുടിവിതിനെങ്ങ്, ഈ പ്രതിഭാസത്തിൻ്റെ അന്ത്യം അല്ലെങ്കിൽ അവസാനം എവിടെയാണ്? തുടക്കവും ഒടുക്കവും, തുടക്കം എവിടുന്നാണ്? ഇത് ഹന്ത, ഇത് അത്ഭുത പ്രതിഭാസമാണ്. തിരകൾ ഉണ്ടാകുന്നു, കുറേ നാൾ നിലനിൽക്കുന്നു, കുറേ നാളല്ല, തിരകൾ ഉണ്ടാകുന്നു, നിമിഷങ്ങൾ കഴിഞ്ഞ് അത് ഇല്ലാതെയാകുന്നു. അത്ഭുതകരമായ പ്രതിഭാസം. മൂലസംവിത് കടലിൽ, പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ ആത്മസാഗരത്തിൽ അജസ്രവും ഉള്ള, തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, തടസ്സമില്ലാതെ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മമത്രേ. അത്ഭുത പ്രക്രിയയാണിത്. ആലോചിക്കുക. തിരയില്ലാത്ത കടലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. തിര എന്നത് നുരയും പതയും ഓളങ്ങളും അലകളും എല്ലാം ചേർന്നതാണ് തിരകൾ. തിരയില്ലെങ്കിൽ കടലുമില്ല. തിരയില്ലാത്ത കടല് സങ്കല്പാതീതമാണ്. എന്നാൽ തിര ശാശ്വതമായി നിലനിൽക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. കടലിലെ വെള്ളം തിരയായി രൂപപ്പെടുകയും കുറച്ചു നേരം നിലനിൽക്കുകയും ചെയ്ത് അവസാനം കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, ലയിച്ചു ചേരുന്നു. തിരയുണ്ടായി കുറേ സമയം നിലനിന്ന് കടലിൽ ഇളക്കങ്ങൾ ഉണ്ടാക്കി അവസാനം കടലിലേക്ക് തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചം എന്ന് ഉണ്ടായോ അന്ന് തുടങ്ങിയതാണ് ഈ പ്രക്രിയ. ആരെല്ലാം വന്നു പോയാലും ഈ പ്രക്രിയയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇത് അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുത
പ്രതിഭാസമല്ലേ? ആലോചിച്ച് നോക്കുക. ഇതേപോലെയാണ് പ്രപഞ്ചത്തിലെ ഓരോ ജീവന്റെയും അവസ്ഥ. ഉണ്ടാകുന്നു, കുറെ നാൾ നിലനിൽക്കുന്നു, അവസാനം എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുകയും ചെയ്യുന്നു. കടലിലെ തിരകൾ പോലെ തിരകൾ വരുന്നു, അല്പസമയം നിലനിൽക്കുന്നു, അവസാനം വന്നത് എവിടെ നിന്നാണോ, കടലിൽ നിന്ന് വന്നു, കടലിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നു. അതുപോലെയാണ് ഓരോ ജീവനും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രപഞ്ചത്തിൽ നിലനിന്ന് അവസാനം പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്യുന്നു. മൂലസംവിത്ത് കടലിലെ തിരകളാണ് എല്ലാം എന്ന് മനസ്സിലാക്കുക. ഈ അറിവ് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു വലിയ അറിവാണ്. അവസാനമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഗതികളും. ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നാം. ഈ വലിയ അറിവ് നമുക്ക് പകർന്നു തന്ന ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നമുക്ക് എല്ലാം സമർപ്പിക്കാം. ഗുരുവേ ശരണം. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവിതിനെങ്ങിതുഹന്ത മൂലസംവിത്ത് കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. നല്ലതുപോലെ ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.